ഞാനും എൻ്റെ ഹസ്ബൻഡും ജോലിക്ക് വേണ്ടിയിട്ടാണ് വന്നത്. എനിക്ക് ജോലി കിട്ടിയിരിക്കുകയാണ്. ആഗ്രഹിച്ച പോലെ തന്നെ പുറത്തു പോകാൻ നാളെയാണ് എനിക്ക് ടിക്കറ്റ് വന്നേക്കുന്നത്. എത്ര കടക്കണിയിൽ നിന്നാലും, എത്ര സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും, എന്ത് പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിൽ അഭിമുഖീകരിച്ചാലും ഭഗവാന്റെ ഭക്തരാരും ജീവിതത്തിൽ തോറ്റുകൊടുക്കുവാൻ തയ്യാറാകരുത്. 5 വർഷമായി മകൾക്ക് പിള്ളേരൊന്നും ഇല്ലാതെ ഇരിക്കുകയായിരുന്നു. ഇപ്പം 1.5 മാസമായി. ആ ഒരു പ്രദോഷം തൊഴുതപ്പോൾ തന്നെ ഭഗവാന്റെ ഒരു അനുഗ്രഹം എന്ന് പറയുന്ന പോലെ ഇന്റർവ്യൂവിന് ഒളിച്ചു തുടങ്ങി. വിസ അപ്ലൈ ചെയ്തു. 2ാമത്തെ ദിവസം വിസ അപ്രൂവ് ആയി. ഇപ്പോൾ അടുത്ത മാസം ഞാൻ 18-ാം തീയതി പോവുകയാണ്. എല്ലാം ഈ ഭഗവാന്റെ അനുഗ്രഹമാണ്. നമ്മുടെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പട്ടാഴിയിലാണ്. ശങ്കരായ 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 മംഗളം, ശങ്കരി മനോഹരായ ശാശ്വതായ മംഗളം. നമഃശിവായ ജപിച്ചാൽ എന്തോ കിട്ടുമെന്ന്. നമഃശിവായയിലെ നാ ജപിച്ചാൽ നരകഭയമില്ലാതാകും. നമഃശിവായയിലെ മാ ജപിച്ചാൽ മരണഭയമില്ലാതാകും. ആ നമഃശിവായയിലെ ശീ ജപിച്ചാൽ ശൈശവകാലത്തെ പ്രയാസങ്ങളൊക്കെ മാറും. അപ്പോൾ നമഃശിവായയിലെ വാ ജപിച്ചാൽ വാർദ്ധക്യകാലത്തെ പ്രയാസങ്ങളും മാറും. നമഃശിവായയിലെ യാ ജപിച്ചാൽ യൗവനകാലത്തെ പ്രയാസങ്ങളും. അപ്പോ നമഃശിവായ ജപിച്ചാൽ എന്തോ കിട്ടും? യൗവനകാലത്തെ പ്രശ്നങ്ങളും, ശൈശവകാലത്തെ പ്രശ്നങ്ങളും, യൗവനകാലത്തെ പ്രശ്നങ്ങളും, വാർദ്ധക്യകാലത്തെ പ്രശ്നങ്ങളും മാറും. മരണഭയവും നീങ്ങും, നരകഭയവും അടങ്ങും. അപ്പോൾ നമഃശിവായ ജപിച്ചാൽ ഈ 5 കൂട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടും. ഞാനും എൻ്റെ ഹസ്ബൻഡും ജോലിക്ക് വേണ്ടിയിട്ടാണ് വന്നത്. എനിക്ക് ജോലി കിട്ടിയിരിക്കുകയാണ്. ആഗ്രഹിച്ച പോലെ തന്നെ പുറത്തു പോകാൻ നാളെയാണ് എനിക്ക് ടിക്കറ്റ് വന്നേക്കുന്നത്. അബുദാബിക്ക് നാളെ ഞാൻ ഇവിടുന്ന് കയറി പോകും. ഇനി എൻ്റെ ഹസ്ബൻഡിനാണ് ജോലി റെഡിയാവാനുള്ളത്. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രദോഷം പോലും മുടക്കരുത്. ഭഗവാൻ തീർച്ചയായിട്ടും അനുഗ്രഹിക്കും. കാരണം എനിക്ക് ഒരുപാട് അനുഭവമുണ്ട് ഈ പല പ്രദോഷത്തിലൂടെ. ഇതിപ്പോൾ എൻ്റെ 6ാമത്തെ പ്രദോഷമാണ്. മകളുടെ ആവശ്യത്തിനാണ് ഞാനിവിടെ വന്നത്. ഞാൻ കേരള ബാങ്കിൻ്റെ ശാസ്താംകോട്ട മാനേജറായിട്ട് സീനിയർ മാനേജറായിട്ട് റിട്ടയർ ചെയ്ത കക്ഷിയാണ്. അതേ ബാങ്കിൽ തന്നെ മോള് പരീക്ഷ എഴുതുകയും സംസ്ഥാനമൊട്ടാകെ നടന്ന പരീക്ഷയിൽ 65ാമത് റാങ്ക് കിട്ടുകയും ചെയ്തു. PSC മാനൂർ വേക്കൻസി റിപ്പോർട്ട് ചെയ്യുകയും ഓഗസ്റ്റ് 2025 അഡ്വൈസ് കിട്ടിയതുമാണ്. എന്നാൽ പല കാരണങ്ങളാൽ നിയമനം നടക്കുന്നത് നീണ്ടുപോയി. ഒക്ടോബർ മാസം ഞാൻ ഈ ക്ഷേത്രത്തിൽ വരികയും തിരുമേനിയെ കാണുകയും ചെയ്തു. തിരുമേനി പറയുന്നതനുസരിച്ചുള്ള ചടങ്ങുകൾ നടത്തുകയും ഇപ്പോൾ 8ാമത്തെ പ്രദോഷമാണ്. ജൂലൈ മാസം ആദ്യം അറിയിപ്പ് കിട്ടി, പെട്ടെന്ന് ജോയിൻ ചെയ്യണം. അങ്ങനെ മോള് തിരുവനന്തപുരം കേരള ബാങ്കിൻ്റെ ഹെഡ് ഓഫീസിൽ ജോയിൻ ചെയ്യുകയും ഞാൻ ജോലി ചെയ്ത ശാസ്താംകോട്ട ബ്രാഞ്ചിലേക്ക് ഇപ്പോൾ നിയമനം ലഭിക്കുകയും ചെയ്തു. ഭഗവാന്റെ ഒരു കാരുണ്യം കൊണ്ട് ഈ നിയമനം കിട്ടിയത് ഞാൻ വളരെയധികം സന്തുഷ്ടനാണ്. ഞാൻ വളരെയധികം ഭഗവാന്മാരോട് കടപ്പെട്ടിരിക്കുന്നു. എല്ലാവരും ഭഗവാനെ വിളിച്ച് മുന്നോട്ട് പോയാൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കും. എൻ്റെ കാലിലെ നീര് മൂലം ഞാൻ ഒരുപാട് ആസ്പത്രികളിലൊക്കെ പോയി ഒരുപാട് ചികിത്സ നടത്തി. ഒന്നും മാറിയില്ല. അവസാനം ഇത് യൂട്യൂബിൽ കൂടെ കണ്ടു, ഈ അമ്പലത്തിൻ്റെ കാര്യം കണ്ടു. ഞാനിവിടെ വന്ന് തിരുമേനിയെ കണ്ടു. തിരുമേനി പറഞ്ഞു, ഭഗവാനോട് വിളിച്ച് നേർന്നോളാൻ പറഞ്ഞു, സുഖമാക്കി തരണമെന്ന്. അങ്ങനെ ഞാനിത് പറഞ്ഞതിൻ്റെ 3ാമത്തെ ദിവസം മുതൽ എൻ്റെ കാലിൻ്റെ നീര് പകുതിയിൽ കൂടുതൽ മാറി സുഖമായി തുടങ്ങി. ഇപ്പോൾ എനിക്ക് നല്ല സുഖമുണ്ട്. പൂർണ്ണമായിട്ട് എനിക്ക് ഭഗവാൻ സുഖമാക്കി തരുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. എൻ്റെ മൂത്ത മകളുടെ വിവാഹം കഴിഞ്ഞിട്ട് 4 വർഷമായിരുന്നു. എന്നാൽ ഒരു കുഞ്ഞുണ്ടാവുന്നില്ലായിരുന്നു. കഴിഞ്ഞ ജനുവരിയിൽ ഈ ക്ഷേത്രത്തിൽ വരികയും തിരുമേനിയുടെ സങ്കടം പറയുകയും ചെയ്തു. എന്നാൽ അതുകൂടാതെ എൻ്റെ ഇളയ മകളുടെയും വിവാഹം കഴിഞ്ഞ സെപ്റ്റംബർ നടന്നിരുന്നു. അതിനുകൂടിയായിരുന്നു വന്നത്. തിരുമേനി പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല, ആയിക്കോളുമെന്ന്. ഇപ്പോൾ ഭഗവാന്റെ കാരുണ്യത്താൽ 2 പേരും പ്രഗ്നൻ്റാണ്. ഒരാൾ 5 മാസവും ഒരാൾ 6 മാസവും. ഭഗവാനെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സാധിച്ചു തരുമെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ വള്ളിക്കോട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്തു നിന്നാണ് വരുന്നത്. ആദ്യത്തെ പ്രദോഷം വന്ന് തൊഴുതപ്പോൾ ഞാൻ ഒരുപാട് ദുഃഖത്തോടെയാണ് ഇവിടെ ഇരുന്ന് തൊഴുതത്. കരഞ്ഞ് പ്രാർത്ഥിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഞാൻ സിംഗപ്പൂരിലാണ് ജോലി ചെയ്യുന്നത്. എൻ്റെ ജോലി മുടങ്ങിപ്പോയി. പിന്നെ എനിക്ക് തിരിച്ചു പോകാൻ പറ്റാതെ ഞാൻ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞ മാസത്തെ പ്രദോഷം ഞാൻ തൊഴുതു. ഇപ്പോൾ 2ാമത്തെ പ്രദോഷമാണ്. ആ ഒരു പ്രദോഷം തൊഴുതപ്പോൾ തന്നെ ഭഗവാന്റെ ഒരു അനുഗ്രഹം എന്ന് പറയുന്ന പോലെ ഒരാഴ്ച മുമ്പേ എനിക്ക് ഇന്റർവ്യൂവിന് ഒളിച്ചു തുടങ്ങി. 2 ആഴ്ചയായപ്പോഴത്തേക്കിനും വിസ അപ്ലൈ ചെയ്തു. 2ാമത്തെ ദിവസം വിസ അപ്രൂവ് ആയി. ഇപ്പോൾ അടുത്ത മാസം ഞാൻ 18-ാം തീയതി പോവുകയാണ്. എല്ലാം ഈ ഭഗവാന്റെ അനുഗ്രഹമാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും. അതുപോലെ വിളിച്ചപേക്ഷിച്ച്
കരഞ്ഞ് പ്രാർത്ഥിക്കണം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഇവിടെ വന്ന് ഒരു പ്രദോഷം കഴിഞ്ഞ് പ്രഗ്നൻ്റായി അവൾ പ്രസവിച്ച് ഒരു മോള് നടക്കാൻ തുടങ്ങി. ഈ ഭഗവാൻ വിളിച്ച വിളി കേൾക്കും. എല്ലാവരും വന്ന് പ്രാർത്ഥിക്കണം. എൻ്റെ കുഞ്ഞ് നടക്കാറായി, ആയുസ്സേ തമ്പുരാൻ തരണം. നമ്മുടെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പട്ടാഴിയിലാണ്. പട്ടാഴി ഗ്രാമത്തിൻ്റെ പടിഞ്ഞാററ്റം എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയുടെ തുടക്കമാണ്. അപ്പോൾ MC റോഡ്, അതായത് മൂവാറ്റുപുഴ, കോട്ടയം, ചെങ്ങന്നൂർ, പന്തളം വഴി കടന്നു വരുന്ന എല്ലാ ബസ്സുകളും ഈ പറയുന്ന ഏനാത്ത് ജംഗ്ഷനിലൂടെയാണ് തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. അപ്പോൾ ബസ് മാർഗം വരുന്നവർക്ക് തിരുവനന്തപുരത്ത് പോകുന്ന ബസ്, അതായത് കോട്ടയം വഴി കോട്ടയം കൊട്ടാരക്കര വഴി തിരുവനന്തപുരത്തേക്ക് പോകുന്ന ഏതൊരു ബസ്സിൽ കയറിയാലും ഏനാത്തെന്ന് പറഞ്ഞ ജംഗ്ഷനിൽ ഇറങ്ങി 2.5 കിലോമീറ്റർ നമ്മൾ കിഴക്കോട്ട് സഞ്ചരിച്ച് കഴിഞ്ഞാൽ പട്ടാഴി ആറാട്ടുപുഴ ഇടമനക്കാവ് ശ്രീ നാഗരാജ അർദ്ധനാരീശ്വര ക്ഷേത്രമായി. അതുപോലെ തന്നെ തിരുവനന്തപുരം, കന്യാകുമാരി, മറ്റ് തമിഴ്നാട് തെക്ക് ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഭക്തജനങ്ങൾക്കും തിരുവനന്തപുരത്തു നിന്നും നമ്മളുടെ കേശവദാസപുരം വഴി കൊട്ടാരക്കര വഴി കടന്ന് കോട്ടയത്തേട്ട് പോകുമ്പോൾ ഏനാത്ത് ജംഗ്ഷനിൽ ഇറങ്ങിയും ഞാൻ മുൻ പറഞ്ഞ മാതിരി അവിടെ നിന്നും 2.5 കിലോമീറ്റർ നമ്മൾ കിഴക്കോട്ട് സഞ്ചരിച്ചാൽ പട്ടാഴി ആറാട്ടുപുഴ ഇടമനക്കാവ് ക്ഷേത്രമായി. ഇനി ചെങ്കോട്ട, ആര്യങ്കാവ് മുതലായ ഭാഗങ്ങളിൽ നിന്ന് വരുന്നവർക്ക് 2 വഴിക്ക് നമ്മുടെ ക്ഷേത്രത്തിലെത്താം. ഒന്ന് കൊട്ടാരക്കര വഴി പട്ടാഴി ആറാട്ടുപുഴ വരാം, അതുപോലെ കുന്നിക്കോട് വഴി പട്ടാഴി ആറാട്ടുപുഴ വരാം. ആറാട്ടുപുഴ ജംഗ്ഷനിലാണ് നമ്മുടെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഭഗവാൻ നൽകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട്